സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു വേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗമാണ് അധ്യക്ഷ പ്രസംഗം. ചടങ്ങിന് ദിശയും ഭംഗിയും നൽകുക, പരിപാടിയുടെ പ്രാധാന്യം, ലക്ഷ്യം എന്നിവ വ്യക്തമാക്കുക, സംഘാടകർക്കും പങ്കാളികൾക്കും അഭിനന്ദനങ്ങൾ നൽകുക തുടങ്ങിയവയാണ് അധ്യക്ഷ പ്രസംഗത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അധ്യക്ഷ പ്രസംഗം തീരെ ലളിതമാവരുത്. എന്നുവെച്ച് ഒത്തിരി നീട്ടിപ്പരത്തി സദസ്സിനെ ബോറടിപ്പിക്കുകയും ചെയ്യരുത്. പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ആകർഷകമായ രീതിയിൽ വേണം അവതരിപ്പിക്കാൻ. സ്കൂൾ വാർഷികങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു അധ്യക്ഷ പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു മാതൃകാ പ്രസംഗമാണ്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഉചിതമായ മാറ്റങ്ങൾ വരുത്തി പ്രസംഗം തയ്യാറാക്കുമല്ലോ. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ആദരണീയരായ വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ, ബഹുമാനരായ അധ്യാപകരെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, പ്രിയ കുട്ടികളെ, ഈ സുന്ദര സന്ധ്യയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന എല്ലാ സദസ്യർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ നാടിന്റെ വിളക്കായ അനേകായിരങ്ങളെ ജീവിതത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറാൻ പ്രാപ്തമാക്കിയ ഈ കലാലയത്തിന്റെ വാർഷികാഘോഷത്തിന്റെ അധ്യക്ഷനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയുന്നത് വലിയ അഭിമാനവും ഒപ്പം നന്ദിയുമാണ്. വിദ്യാഭ്യാസം ഒരു മത്സര ഓട്ടമല്ല, അത് ഒരു സഹയാത്രയാണ്. കുട്ടിയും അധ്യാപകനും രക്ഷിതാവും സമൂഹവും ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു നീണ്ട യാത്ര. ആ യാത്രയിൽ വിദ്യാലയം ഒരു വഴിത്താരയാണ്. ഒരുപാട് സ്വപ്നങ്ങൾക്ക് ദിശ കാണിക്കുന്ന ഒരു ദീപസ്തംഭം. ഇന്നത്തെ ലോകം സാങ്കേതിക വിദ്യയുടെ അത്ഭുതങ്ങളാൽ നിറഞ്ഞതാണ്. ഒരൊറ്റ ക്ലിക്കിൽ ലോകം കയ്യിലെത്തുന്ന കാലം. എല്ലാ ജോലികളും ആയാസരഹിതമാക്കുന്ന AI യുഗം. എന്നാൽ അതിനിടയിൽ നമുക്ക് മറക്കാൻ പാടില്ലാത്ത ഒരു സത്യമുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് യന്ത്രങ്ങളല്ല, മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ ആദ്യമായി പഠിപ്പിക്കുന്ന ഇടമാണ് വിദ്യാലയം. ഇവിടെ കുട്ടികൾ പഠിക്കേണ്ടത് എങ്ങനെ ജയിക്കാം എന്ന് മാത്രമല്ല, എങ്ങനെ നല്ല മനുഷ്യരാകാം എന്നുകൂടിയാണ്. മൂല്യങ്ങൾ മറന്നുപോകുന്ന, സഹപാഠികൾ തമ്മിലടിക്കുന്ന, പരസ്പരം അവമാനിക്കുന്ന ഒരു കാലത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സഹപാഠിയുടെ ഉള്ളിലെ കണ്ണുനീർ തിരിച്ചറിയാനും അവന് സഹായമാകാനും തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ അവന് കൈത്താങ്ങാകാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വിജയം കൈവരിക്കുമ്പോൾ വിനയം പാലിക്കാനും പരാജയം വന്നാൽ ധൈര്യത്തോടെ മുന്നേറാനും ഈ വിദ്യാലയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയ അധ്യാപകരെ, നിങ്ങളുടെ ജോലി ഒരു പാഠം പഠിപ്പിച്ച് ക്ലാസ് വിട്ടുപോവുക മാത്രമല്ല, നിങ്ങൾ ഓരോ ദിവസവും കുഞ്ഞു മനസ്സുകളിൽ വിശ്വാസത്തിന്റെ വിത്തുകൾ വിതയ്ക്കുകയാണ്. എനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസം കുട്ടിയുടെ കണ്ണുകളിൽ തിളങ്ങാൻ കാരണം നിങ്ങളുടെ പ്രോത്സാഹനമാണ്. അതിന് ഈ സദസ്സിന് മുമ്പിൽ ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു കുട്ടിയുടെ വിജയത്തിന് പിന്നിലെ നിശബ്ദ ശക്തിയാണ് നിങ്ങൾ. ക്ലാസ് മുറിയിൽ അധ്യാപകർ പകർന്ന വെളിച്ചം വീട്ടിൽ സ്നേഹമായി മാറുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. ആ സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പ്രിയ കുട്ടികളെ, ഇന്ന് ഈ വേദിയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ കലാരൂപവും നമ്മോട് പറയുന്നത് ഒരേ ഒരു സന്ദേശമാണ്: കഴിവുകൾക്ക് പരിധികളില്ല. ഭയപ്പെടാതെ സ്വപ്നം കാണൂ, തളരാതെ പരിശ്രമിക്കൂ. കാരണം നിങ്ങളാണ് നാളെയുടെ പ്രതീക്ഷ. ഈ വാർഷികാഘോഷം ഒരു ആഘോഷം മാത്രമല്ല, നമ്മുടെ വിദ്യാലയം എത്ര ദൂരം വളർന്നു എന്നതിൻ്റെ ഒരു ആത്മപരിശോധനയാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക്, കൂടുതൽ മൂല്യങ്ങളോടെ നമ്മൾ മുന്നേറുമെന്ന് ഈ വേദി നമുക്ക് ഉറപ്പു നൽകുന്നു. അവസാനമായി, ഈ പരിപാടി വിജയകരമായി നടത്താൻ അധ്വാനിച്ച എല്ലാവർക്കും, അധ്യാപകർ, സംഘാടക സമിതി, സ്റ്റാഫ് അംഗങ്ങൾ, പിന്തുണ നൽകിയ എല്ലാ നല്ല ഹൃദയങ്ങൾക്കും അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വിദ്യാലയം അറിവിന്റെ മാത്രമല്ല, മനുഷ്യത്വത്തിന്റെ കൂടി ആലയമായി തുടർന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.